അപ്പം നമുക്ക് കുട്ടിയുടെ അച്ഛനോട് ചോദിക്കാം. ചേട്ടാ, എന്തായിരുന്നു ഉണ്ടായ സംഭവം? ഇവിടെ ഉണ്ടായ സംഭവം എനിക്ക് അറിയില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ ഇവിടെ വരുമ്പോൾ കൊച്ചിനെ ഇല്ല, ആളുകളില്ല, ഒന്നുമില്ല. ഇനി വേണമെങ്കിൽ ബാക്കി എൻ്റെ കൊച്ചിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും, മൂത്തവനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു, അവർ പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവൻ പറഞ്ഞു തരും. ഇവിടെ ഏതായാലും ഞാൻ ഇപ്പം അവർ പറഞ്ഞനുസരിച്ച് ഇപ്പം നിങ്ങൾ ചാനലുകാർ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പം നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അടുത്ത് നിന്നോ എന്തെങ്കിലും മോശമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു. അല്ലാണ്ട് എനിക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചവിടെ മരിച്ചെടുക്കണം. ഞാൻ ഇന്ന് ഒരു വടിയുടെ ദൂരം അടിച്ചു വാങ്ങിയ ദോശ. എനിക്ക് വേറെ ഒന്നും പറയാനായിട്ട് പറ്റില്ല. മുമ്പ് ഈ ചേച്ചിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? മുമ്പ് കൊച്ചുങ്ങളെ ടോർച്ച് വെച്ച് തലയ്ക്ക് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവക്കടെ അമ്മ എന്നിട്ട് അവിടെ വെച്ചാ, എന്നിട്ട് അവക്കടെ അമ്മയാണ് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് പിള്ളേരെയൊക്കെ. അവൾ ഇന്ന പോലെയൊക്കെ ചെയ്തു, ഐസ്ക്രീമിന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നൊക്കെ അവക്കടെ അമ്മ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല. അണ്ട് ഇവിടെ പിള്ളേരെ കൊണ്ടുവന്ന് ആക്കിയത്. അതിനുശേഷം ഞാൻ പിള്ളേരെ അങ്ങ് വിട്ടിട്ടില്ല. ചേട്ടൻ്റെ മുമ്പ് വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ മുമ്പിൽ വെച്ചത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇല്ലാത്ത ഒരു ദിവസം കൊച്ചിന്റെ ഇവിടെ നെഞ്ചത്ത് അടിച്ചിട്ട് ഇവിടെ 5 വിരലിന്റെ പാട് ഇവിടെ കിടക്കുന്ന ഫോട്ടോ എൻ്റെ അനിയമുള്ള മൊബൈലിലുണ്ട്. അവനണ്ട് ആ ഫോട്ടോ എനിക്ക് പോലും തരാണ്ടാവും അതിനകത്ത് ഇട്ടേക്കുക. എന്നെ അറിഞ്ഞ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോന്ന് വിചാരിച്ച് ഇതുവരെ അവൻ എന്നോട് ഇത് ചെയ്യാറില്ല. ആ രീതിയിൽ അപ്പം മെമ്പറൊക്കെ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം ഇടപെട്ട ഇവര് എന്നെ ഇത് പറഞ്ഞ് മെമ്പറൊക്കെ ഇടപെട്ടു. മെമ്പർക്കൊക്കെ എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായതാണ്. മെമ്പറൊക്കെ തന്നെ എന്നോട് പറഞ്ഞു അപ്പം തന്നെ കൊണ്ട് കേസ് കൊടുത്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ട് കേസ് കൊടുത്തതെന്ന് തന്നെ. അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇപ്പോഴും എന്നോട് അനിയൻപുള്ളി പറഞ്ഞ രണ്ടാമത് കോംപ്രമൈസ് ചെയ്ത് വരാൻ നേരത്ത് അവരവിടെ നിന്ന് വന്നു. ചേച്ചി അനിയത്തിയും കൂടെ ഇങ്ങ് വന്നു. ചേച്ചി അനിയത്തിയും കൂടെ ഇങ്ങ് വന്നിട്ട് പറഞ്ഞു ഞാൻ പോണില്ല, എൻ്റെ പിള്ളേരുടെ അടുത്ത് പോകില്ല എന്ന് പറഞ്ഞു. അപ്പം അനിയൻപുള്ളി പറഞ്ഞു ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഇവിടെ നിർത്തിയോ എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ വാശിപ്പുറത്ത് ഇവിടെ നിർത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ എനിക്ക് ചായയും വെച്ച് തന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ ഇറയത്തിരിക്കുമ്പോൾ എനിക്ക് ചായയും കൊണ്ട് തന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഇടപാട് നടത്തിയത്. ഇങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് പിന്നീട് ഈ കുട്ടികളോട് അമ്മയുടെ കൂടെ ഇങ്ങനെ പോരുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് പേടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അടിച്ചു കാരണം അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേലും പെണ്ണിൻ്റെ ഒക്കെ മാറിയായിരുന്നു. പിന്നെ ഇന്നലത്തെ അവസ്ഥയിൽ പെണ്ണിനെ കൊണ്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്കൻവാടിയിൽ നിന്ന് പിള്ളേർ എഴുന്നേറ്റ് വരുമ്പോൾ ഉറക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഇങ്ങനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 3:15 അവിടെ ചെന്നായിരുന്നു. ഞാൻ ടീച്ചറെ കാണാണ്ട് വന്നപ്പോൾ ടീച്ചറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു 3:15 അവിടെ ചെന്നു. അത് കഴിഞ്ഞ് 3:30 ആയപ്പോഴാണ് ടീച്ചർ വിട്ടേന്ന് പറഞ്ഞു. അത്രയും കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്ക്. ഈ രാവിലെ ഇയാളെ കണ്ടിരുന്നു സന്ധ്യ? അപ്പൊ എങ്ങനെയായിരുന്നു പെരുമാറ്റം? രാവിലെ ഒരു കുഴപ്പമുണ്ടായില്ല. രാവിലെ എന്നോട് വന്നിട്ട് പറഞ്ഞു പെണ്ണിനെ അങ്കൻവാടിയിൽ വിടണം, ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ പോകാൻ, അങ്കൻവാടി പോകാനായിട്ടുള്ളൂ. സ്കൂളിൽ ആയി കഴിഞ്ഞ് പിന്നെ സ്കൂളിലാണല്ലോ അത്. അപ്പൊ റെഡിയാവും. ഞാൻ പറഞ്ഞു കുഞ്ഞാ റെഡിയാവും, ഞാൻ കുഞ്ഞാന്ന് വിളിക്കാറ്. അപ്പൊ കുഞ്ഞാ റെഡിയാവുമെന്നും പറഞ്ഞ് അവള് പോണില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഇല്ല പോകുന്നെന്ന് പറഞ്ഞ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ആ ഇവിടെ ഇരുന്ന് റെഡി ആവണ ഫോട്ടോയാണ്, ആ ചെരുപ്പിടുന്ന ഫോട്ടോയാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ ഞാൻ ആ കസേരയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവളാ ചെരുപ്പ് കൊണ്ട് ഇട്ട് കൊടുത്തത്. അപ്പം ഞാൻ ഇടിച്ചു കൊടുത്തിട്ട് വരുന്നപ്പോൾ ഇവള് ഇടിച്ചു കൊടുത്തിട്ട് കയറണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇടിച്ചു കൊടുത്തോന്ന് പറഞ്ഞു. അല്ല അവള് തന്നെ ഇട്ടോളെന്ന് പറഞ്ഞു. അവള് തന്നെ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ പോകാൻ റെഡി ആയിരിക്കുമായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു അച്ഛൻ എന്നെ കൊണ്ടുപോയി വെച്ച് പറഞ്ഞു അച്ഛയുടെ കാര്യത്തിന് വേണ്ടി അച്ഛൻ ഇങ്ങനെ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ട് പോയതാ. അമ്മ അവൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തൊരു കൊച്ചുണ്ട്. അപ്പോൾ ആ താഴത്തെ കൊച്ചിൻ്റെ കൂടെ വിടാമെന്നും പറഞ്ഞുകൊണ്ടാണ് നേരത്തെ അവർ 9:30 പോകും. അത് ബാക്കി ഞങ്ങൾ 10 മണിക്ക് പുറത്തു. അപ്പം ആ നേരത്തെ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ 8:45 ഒരാൾ റെഡിയാക്കി നിർത്തി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു 11 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുക്കറിൻ്റെ വാഷർ പോയി. അപ്പോൾ ആ വാഷർ മേടിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ വരാൻ വൈകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അരി വയ്ക്കാനായിട്ട് ഈ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ കുക്കറിലിട്ട് തന്നെ വയ്ക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാൻ വൈകുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ 3:30 കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരിനി കൊച്ചിനെ വിളിച്ചിട്ട് ആ വഴി സാധനം മേടിക്കാൻ പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് 5:30 6 മണിയായിട്ടും കാണാണ്ട് വന്നപ്പോൾ ഞാൻ ഒരു വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വീണ്ടും 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇനി ഒരു 1/2 മണിക്കൂറോടെ നോക്കും. അത് കഴിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം അവരുടെ വീട്ടുകാരായും തന്നെ വനിതാ സെല്ലിൽ കേസ് കൊടുത്തു. അപ്പോൾ അവിടെ തന്നെ വിളിച്ചു. നമ്മൾ ഇന്ന പോലെ സംഭവം നേരത്തെ അവർക്ക് അറിയാം. സംഭവങ്ങളൊക്കെ നേരത്തെ അവർക്ക് നേരത്തെ അറിയാം, ഇപ്പോഴും അറിയാം. എന്നോട് അവർ തന്നെ പറഞ്ഞു ആ ശിശു ക്ഷേമ വകുപ്പിൽ ഒരു കേസ് കൂടെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കൊടുക്കണം. ഞാൻ ഇപ്പം മിനിങ്ങാന്ന് എന്നെ സ്റ്റേഷനിൽ നിന്ന് അവൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് എന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എടി സ്റ്റേഷനിൽ നിന്ന് വിളിക്കണേ. ഞാൻ പറഞ്ഞു സാറേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ ആ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാൻ അവളോട് പറയുകയും ചെയ്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്നാൽ അവരോട് തന്നെ പിടിച്ചോണ്ട് നോക്കാൻ ചുമത്ത് മാസ രീതിക്ക് പറയുകയും ചെയ്തു അവൾ. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചത്.